പരിശുദ്ധ നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം 1500 കൊല്ലം മുമ്പ് പഠിപ്പിച്ചതും താക്കീത് ചെയ്തതും ഉണർത്തിയതും ബോധിപ്പിച്ചതും ബോധ്യപ്പെടുത്തിയതും മനുഷ്യന്റെ ശാസ്ത്രവും സിദ്ധിയും പ്രതിഭയും ബുദ്ധിയും ഒന്നിച്ച് അവനെ നിരന്തരം അവന്റെ മുമ്പിൽ സാർത്ഥകമായി സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലേക്ക് നാം കടന്നു പോവുകയാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ്. പരിശുദ്ധ നബിയുടെ മദ്ഹിലൂടെ സല്ലല്ലാഹു അലാ മുഹമ്മദ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. सुनहरी जालियों को अब नजर आने का मौका दो. सुनहरी जालियों को अब नजर आने का मौका दो. फकीरों को शहे बतहा उधर आने का मौका दो. അവിടുത്തെ റൗളയുടെ സുവർണ അഴികളെ കാണിക്കുവാനുള്ള അവസരം അല്ലാഹുവേ പ്രദാനം ചെയ്യണമേ. ഫക്കീറോं को शहे बतहा उधर आने का मौका दो. ഈ പാവങ്ങളായ ഞങ്ങൾക്ക് ബത്ഹയുടെ ചക്രവർത്തിയുടെ നാട്ടിലും അവിടുത്തെ സവിധത്തിലും അണയുവാൻ തൗഫീക്ക് ചെയ്യണമേ അല്ലാഹ്. दिलों में करवटें लेती हुई बेकल तमन्नाए. दिलों में करवटें लेती हुई बेकल तमन्नाए. ये कहती है कि कदमों में बिखर जाने का मौका दो. ये कहती है कि कदमों में ബിഖർ ജാനേ കാ മൗകാ ദോ. ഞങ്ങളുടെ ഹൃദയത്തിൽ മോഹങ്ങൾ തിരിഞ്ഞും മറിഞ്ഞും കഴിയുകയാണ്. മോഹത്തിന് വിശ്രമമില്ല, അഭിലാഷത്തിന് അന്ത്യമില്ല. അവിടുത്തെ സുഹൃതങ്ങളും പൂക്കളും അവിടുത്തെ നന്മകളും മോഹങ്ങളും അതിൻ്റെ മുമ്പിലുള്ള ഞങ്ങളുടെ തേട്ടത്തിന് മാത്രം വിശ്രമമില്ല. എപ്പോഴും ആഗ്രഹിക്കുന്നത് നബിയെ, പരിശുദ്ധ നബിയെ സല്ലല്ലാഹു അലൈഹി വഅസ്ഹാബിഹി വസല്ലം. അവിടുത്തെ മോഹമാണ്, അവിടുത്തെ സവിധത്തിങ്കൽ അണയാനുള്ള ദാഹമാണ്, അവിടുത്തെ കാൽക്കൽ നിൽക്കാനുള്ള ദാഹമാണ്. ദിലോമേ കറുവട്ടെ ലേത്തി ഹുവി ബേക്കൽ തമന്നായേ. എണ്ണമറ്റ ആഗ്രഹങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിനകത്ത് തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ്. ആ ആഗ്രഹങ്ങൾ പറയുന്നത് ഇത്രമാത്രം, അങ്ങയുടെ കാലുകളിൽ ചെതറിക്കിടക്കാൻ ഒരവസരം നൽകണമെന്ന് ഞങ്ങളുടെ മോഹങ്ങൾ നിരന്തരം മന്ത്രിക്കുകയാണ്. പരിശുദ്ധ നബിയെ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. ശഹേ ബത്ഹാ ഹമേ ഉധർ ആനേ കാ മൗകാ ദോ. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബിയോട് വന്ന് പറയുകയാണ്, എൻ്റെ പിതാവ് അങ്ങ് കൊണ്ടുവന്ന ഈ ദീനിൽ വിശ്വസിക്കുന്നതിനേക്കാൾ അങ്ങയുടെ പിതൃവ്യനായ അബൂ താലിബ് വിശ്വസിക്കുന്നതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് നബിയെ. എന്തുകൊണ്ടെന്നാൽ അബൂ താലിബ് വിശ്വാസിയാകുന്നത് അങ്ങയെ കൂടുതൽ സന്തോഷിപ്പിക്കും. എൻ്റെ ബാപ്പ മുഅ്മിനാകുന്നതിനേക്കാൾ അബൂ താലിബിൻ്റെ ഈമാനാണ് ഞാൻ കൊതിക്കുന്നത് നബിയെ എന്ന് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു
ഉമർ റളിയല്ലാഹു അൻഹു അബ്ബാസിനോട് പറയുകയാണ്, അബ്ബാസ് വിശ്വാസിയാകും മുമ്പ്, എൻ്റെ പിതാവായ ഖത്താബ് വിശ്വാസിയാകുന്നതിന് മുമ്പ് അബ്ബാസെ നിങ്ങൾ വിശ്വസിക്കണമെന്നാണ് എൻ്റെ മോഹം. നിങ്ങൾ പരിശുദ്ധ റസൂലിൻ്റെ പിതൃവ്യനാണ്. അങ്ങയുടെ വിശ്വാസം എൻ്റെ പിതാവിൻ്റെ വിശ്വാസത്തേക്കാൾ പരിശുദ്ധ റസൂലിൻ്റെ ഹൃദയത്തെ കൂടുതൽ കുളിരണിയിപ്പിക്കും. സല്ലല്ലാഹു അലാ മുഹമ്മദ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു तेरे नाम पर हो दरूद भी, तेरे नाम पर हो സലാം भी. അങ്ങയുടെ പേരിലാണ് സലാത്ത്, അങ്ങയുടെ പേരിലാണ് സലാമും. സകല സലാത്തും സലാമും അവിടുത്തെ തിരുസവിധത്തിലേക്ക് ഒഴുങ്ങുന്ന ഈ രാവും രാവിൻ്റെ പൂക്കളും ശലഭങ്ങളും ഈ രാവിൻ്റെ നക്ഷത്രങ്ങളും ഈ രാവിൻ്റെ ഇതിഹാസങ്ങളും. ഫാത്തിമയെ വിളിച്ചുകൊണ്ട് ചോദിക്കുന്ന ചോദ്യം, ഫാത്തിമ നീ എൻ്റെ അടുക്കലേക്ക് പാർപ്പ് മാറ്റുന്നുവോ? ഫാത്തിമയുടെ വീട് അല്പം അകലെയായപ്പോൾ, മോളെ നീ എൻ്റെ വീടിൻ്റെ അടുക്കലേക്ക് പാർപ്പ് മാറ്റുന്നുവോ? ഫാത്തിമ ആഗ്രഹത്തോടെ കൗതുകത്തോടെ ജിജ്ഞാസയോടെ, ഹാരിഥക്കൊരു വീടുണ്ട്, അങ്ങയുടെ വീടിൻ്റെ തൊട്ടടുത്ത്, താമസ സ്ഥലത്തിൻ്റെ തൊട്ടടുത്ത് റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹാരിഥ ആ വീട് മാറിയാൽ ആ വീടിലേക്ക് എനിക്ക് മാറാൻ കഴിയും. പക്ഷേ പരിശുദ്ധ നബിയുടെ മറുപടി, ഞാൻ ഒരിക്കൽ തന്നെ പറഞ്ഞിട്ട് ഹാരിഥ വീട് മാറിയതാണ്, രണ്ടാമത് പറയാൻ ഞാൻ ലജ്ജിക്കുന്നുവെന്ന് പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരമറിഞ്ഞ ഹാരിസ പുണ്യനബിയുടെ മുമ്പിൽ, അല്ലാഹുവിൻ്റെ റസൂലേ, 2 വീട് അങ്ങയുടെ വീടിൻ്റെ തൊട്ടടുത്ത് എനിക്കുണ്ട്, ഒന്നിലേക്ക് ഫാത്തിമ മാറട്ടെ, അങ്ങേ അത് കൂടുതൽ സന്തോഷിപ്പിക്കും. അങ്ങ് സ്വീകരിച്ച് എനിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നതാണ് അങ്ങ് വേണ്ടെന്ന് പറയുന്നതിനേക്കാൾ എനിക്ക് ഉത്തമം. യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലാ മുഹമ്മദ്. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു പരിശുദ്ധ നബിയുടെ പ്രിയപ്പെട്ട സഹാബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജാമ ചെയ്തു. ഹിജാമ ശരീരത്തിൽ നിന്ന് രക്തം കുത്തിയെടുത്തിട്ട് കളയുന്ന സംഗതിക്കാണ് ഹിജാമ എന്ന് പറയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ നിന്ന് ഹിജാമ ചെയ്തു. ശരീരത്തിലൊരു ഞരമ്പിൽ മുറിവുണ്ടാക്കിയിട്ട് അവിടെ ഒരു പാത്രം ഘടിപ്പിച്ചിട്ട് അതിലൂടെ രക്തം പുറത്തേക്കെടുക്കുന്ന പഴയ ഒരു വൈദ്യശാസ്ത്ര രീതിയാണ് ഹിജാമ. പുണ്യനബിയുടെ രക്തം ഹിജാമ ചെയ്ത് പുറത്തെടുത്തു. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്ന ചെറുപ്പക്കാരൻ്റെ കയ്യിൽ കൊടുത്തു. കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും ആരും കാണാത്ത സ്ഥലത്ത് കളഞ്ഞേക്കണമെന്ന് പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തിരിച്ചു വന്നപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്ന യുവാവായ അനുയായിയോട് പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രക്തമെന്ത് ചെയ്തു? അബ്ദുള്ള പറഞ്ഞു, അത് ആരും കാണാത്ത സ്ഥലത്ത് ഞാൻ കൊണ്ടുപോയി കളഞ്ഞു. ഉടൻ തന്നെ പുണ്യനബി ചോദിച്ചു, നീ കുടിച്ചുവോ? അതേ യാ റസൂലല്ലാഹ്.